ഹരിത ഫുഡ് പ്രോഡക്ട്സ് മലപ്പുറം തിരൂരിനടുത്തുള്ള വൈലത്തൂരങ്ങാടിയിൽ താനാളൂർ റോഡ് ബസ് സ്റ്റോപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കട ജനപ്രീതി നേടുന്നു. അതെ, ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ് വിഷമില്ലാതെ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നത്. അതിനൊരു മറുപടിയുമായാണ് ഈ കട വന്നിരിക്കുന്നത്. ഇത് റാബിയയുടെ കട. 18 വർഷത്തിലേറെയായി ജൈവകൃഷി ചെയ്യുന്ന കാർഷിക സംരംഭക. സർക്കാരിൻ്റെയും മറ്റിതര സംഘടനകളുടേതുമായി 52ലേറെ അവാർഡുകൾ കൃഷിക്കും സംരംഭങ്ങൾക്കുമായി നേടിയ വനിത. ജൈവ മഞ്ഞൾ കൃഷിയിലൂടെ കിട്ടിയ വിലയും ആവശ്യക്കാരെയും കണ്ടതോടെ വിപുലമായ രീതിയിൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു. ചേമ്പ്, വാഴ, പശു, മീൻ തുടങ്ങി വിവിധ തരം കൃഷികളുണ്ടെങ്കിലും പ്രധാനമായും 10 ഏക്കറിൽ 4 ഇനം നെല്ലുകളാണ് കൃഷി ചെയ്യുന്നത്. 16ഓളം ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയ ഇവയിൽ തന്നെ പ്രധാനമാണ് രക്തശാലി നെല്ല്. ഔഷധ ഗുണമുള്ള ഈ അരി രോഗികൾക്കും രക്തക്കുറവിനും നല്ലതാണ്. ഇവിടെയുള്ള ഓരോ ഉൽപ്പന്നവും 100% വിഷമില്ലാത്തതും നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ കഴുകി ഉണക്കി അട്രാക്റ്റീവായി പാക്ക് ചെയ്തിരിക്കുന്നതിനാൽ ശ്രദ്ധയും ശുദ്ധിയും ഉറപ്പാണ്. ഈന്തുപൊടി, കുകപ്പൊടി, പനപ്പൊടി, എള്ള്, കപ്പപ്പൊടി, നെയ്യ്, ചക്കക്കുരു പൊടി, ചക്കപ്പൊടി, അച്ചാറുകൾ, കൊണ്ടാട്ടങ്ങൾ, മട്ട പുട്ടുപൊടി, ഞവര അരി, കർക്കിടക കഞ്ഞിക്കൂട്ട്, നെയ്യ്, വിവിധ തരം സ്ക്വാഷുകൾ, ചമ്മന്തിപ്പൊടികൾ, ഔലോസ് പൊടി തുടങ്ങി 50ലേറെ ഉൽപ്പന്നങ്ങളാണ് റാബിയ സ്വന്തമായി കൃഷി ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. ഞാൻ അഷ്റഫ്, വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ്. നമ്മളെ വിപണിയിൽ കാണുന്നതും കിട്ടുന്നതും കഴിക്കുന്നതൊക്കെ വിഷമയമായ വർത്തമാന കാലത്ത് അതിനൊക്കെ വ്യത്യസ്തമായി വിഭിന്നമായി തികച്ചും ജൈവ രീതിയിൽ സ്വന്തം വീട്ടില് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ്. ഈ റാബിയ എന്ന് പറഞ്ഞാല് ഒഴൂർ പഞ്ചായത്തിലും നമ്മുടെ താനൂർ ബ്ലോക്കിന് എല്ലാം അറിയപ്പെടുന്ന ഒരു മാതൃകാ കർഷകയാണ്. ഒരു സ്ത്രീയാണ്. അവര് ഇത്രമാത്രം വളരെ ആത്മാർത്ഥമായി എല്ലാ ഉൽപ്പന്നങ്ങളും സ്വന്തം കൃഷിയിടത്തിലും പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്ന ഒരു പരമ്പരാഗത കർഷകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ടൗണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ടൗണിൽ ഇത്തരത്തിലുള്ള കടപാട് ആദ്യം വെച്ചാണ്. ഞങ്ങൾക്കോട് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇങ്ങനത്തെ ഒരു കട ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. നല്ല ഉൽപ്പന്നങ്ങളെ ജനങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനമാണ് ഇതിനോട് ഒരുക്കിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്നത് ഒഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പ്രമുഖയായിട്ടുള്ള ഈ റാബിയയുടെ ഷോപ്പിന്റെ ഒരു ഔപചാരികമായിട്ടുള്ള തുടക്കമാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, റാബിയ ഈ രംഗത്ത് പലതരത്തിലുള്ള വാല്യൂ അഡീഷൻ, ഉൽപ്പന്ന വൈവിധ്യവും അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പലതരത്തിൽ സംസ്കരിച്ചിട്ട് ഉൽപ്പന്നങ്ങളാക്കി പാക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭം കുറെ വർഷങ്ങളായി ചെയ്തു വരികയാണ്. അപ്പം ഷോപ്പ് കുറെ അധികം അതിന് ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഇപ്പൊ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാനായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനകത്ത് രാസ കീടനാശിനികള് അതേപോലെ തന്നെ അമിതമായ രീതിയിൽ രാസവളങ്ങളൊന്നും ചേർക്കാത്ത നമ്മളിപ്പോ പറയുന്ന വിഷരഹിതമായ ഉൽപ്പന്നങ്ങളാണ്. അപ്പം അതിന് ഫുഡ് ഇൻസ്പെക്ടറുടെ അവരുടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഷോപ്പിനകത്ത് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയില് തികച്ചും എന്താ പറയാ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഞാന് ശ്രീമതി റാബിയയുടെ അടുത്ത് നിന്ന് ഈന്ത് പൊടിച്ച പൊടി വാങ്ങാറുണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഈ ഉൽപ്പന്നങ്ങൾ തനതായ നാടൻ ഉൽപ്പന്നങ്ങള് അതോടൊപ്പം തന്നെ വിപരീതമായ ഉൽപ്പന്നങ്ങള് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ജൈവ വിഭവങ്ങൾ, ഭക്ഷ്യ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ഇവര് ഒരു സ്പെഷ്യലായിട്ട് അവര് ഇന്ന് ഇവിടെ നിർമ്മിച്ച ഒരു വാഴക്കൂമ്പിന്റെ പായസം അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വാഴക്കൂമ്പ് അതേപോലെ വാഴപ്പിണ്ടി, വാഴയുടെ സകല സാധനങ്ങളും നമുക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഈ വാഴക്കൂമ്പ് അരിഞ്ഞിട്ട് അതിലേക്ക് തേനും അതോടൊപ്പം തന്നെ നെയ്യൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പായസം ഞാൻ എന്റെ ജീവിതത്തിൽ
ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാല് തികച്ചും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ വാഴ കൂമ്പുകളില് ഇത് തീർച്ചയായിട്ടും അതിനെ ഒരു ഉൽപ്പന്നമാക്കി പായസമാക്കി മാറ്റി വൈവിധ്യമാർന്ന ഒരു പായസം നമ്മുടെ ഭക്ഷ്യമേളയിലൊക്കെ വെക്കാനും അതോടൊപ്പം തന്നെ കൗതുകത്തിന് പലർക്കും കഴിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു നല്ല വിഭവം. അത് എനിക്ക് തോന്നുന്നു റാബിയപ്പോ അതിന്റെ ഒരു തുടക്കം കൂടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ കൃഷി വകുപ്പ് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തനതായ ബ്രാൻഡ് നൽകി, കേരള അഗ്രോ എന്നുള്ള ബ്രാൻഡ് നൽകിയിട്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ കേവലം നമ്മുടെ വൈലത്തൂര്, ഒഴിയൂര് എന്നിടത്ത് മാത്രം എത്താതെ അത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കേരള അഗ്രോ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ കൂടെ ഇവർക്ക് നമ്മൾ ബ്രാൻഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പൊതുജനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് സന്തോഷിക്കാം. നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും ഇവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പാർശ്വ ഫലങ്ങളും ഉണ്ടാവില്ല. അതിനകത്ത് ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ചത് കാരണത്താൽ തീർച്ചയായിട്ടും നമുക്കത് എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീമതി റാബിയ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. റാബിയയുടെ കൃഷി പറയുകയാണെങ്കിൽ കൃഷിയും ഇതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന വിത്തുകള്, നമ്മുടെ നാട്ടിലെ നാടൻ നെൽവിത്തുകള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. രക്തശാലി കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലത്ത് രക്തശാലി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ഇവരെന്നെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വിൽപ്പന നടത്താനായിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഈ രീതിയിൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. ഈ സംരംഭം ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു സംരംഭമാണ് മികച്ച കർഷക കൂടിയാണ്. ഇങ്ങനെയൊരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും കൂടാതെ കൃഷിഭവന്റെ സാധ്യമായ എല്ലാ